മിസ്റ്റർ പെണ്ണുമുളെ, ഈ ഋഷ്യശൃംഗന്റെ വീട് എവിടെയാണ്? ഞാൻ അവിടെയൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെയാണെന്ന്. അച്ഛൻ അവിടെ ഇരിക്കണുണ്ട്. ഹലോ മിസ്റ്റർ ഋഷ്യശൃംഗൻ, എന്നെ പരിചയമുണ്ടോ? ഋഷ്യശൃംഗൻ, ആ ഋഷ്യശൃംഗൻ തന്നെ ആയിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ എന്റെ ഇടുപ്പൂട്ടൊക്കെ ഒടിഞ്ഞു കിടക്കണോണ്ട് ഞാൻ വെറും ഋഷ്യശൃംഗായി നിൽക്കുകയാണ്. നീ ആരപ്പ? എനിക്ക് ആ മനസ്സിലായി. ഞാൻ വൈശാലിയുടെ മകൾ സുശീല. ഓ, നീ വൈശാലിയുടെ മോള് സുശീലയാ? നിന്റെ തള്ളക്ക് ഇത്രയും ചന്തമൊന്നുമില്ലായിരുന്നു. എനിക്ക് തോന്നണില്ല. നിന്റെ തള്ള നിന്നെ കൊണ്ട് വശമ തേച്ചതിന് ശേഷം ഞാൻ ഇപ്പൊ അവളെ കാര്യമൊന്നും അന്വേഷിപ്പില്ലായിരുന്നു. പക്ഷെ ഇങ്ങനൊരു സുന്ദരി പെണ്ണുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ കൂട്ടാ. എന്ത് വന്നു എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണം. എന്താ കാര്യം പറയാ? മിസ്റ്റർ ഋഷ്യശൃംഗ, എന്റെ നാട്ടിൽ ഭയങ്കര മഴയും പ്രളയവുമായി കിടക്കുകയാണ്. എനിക്കിപ്പോ ഫ്ലൈറ്റിൽ കയറി അമേരിക്കയിൽ പോകാൻ പോലും കഴിയുന്നില്ല. താങ്കളെ എന്റെ നാട്ടിൽ കൊണ്ടുപോവാനാണ് ഞാൻ വന്നത്. എന്റെ പൊടിമോളെ, തള്ള പണ്ട് ഞാൻ കാട്ടിലായിരുന്നപ്പോ അവിടെ വന്ന് കയ്യും കരുവൊക്കെ കാണിച്ച് എന്നെ കൊണ്ട് നാട്ടിൽ പോയി. അവിടെ പോയിട്ട് അവളെ എന്നെ വിഷമത്തേച്ച് എന്നിട്ട് വേറെ പുറത്തേക്ക് കൊടുത്തു. ഇനി അതുകൊണ്ട് എന്നെ കിട്ടൂല. എനിക്ക് അതിനുള്ള ത്രാണിയും ഇല്ല. പിന്നെ എന്തെന്നറിയാം ഈ പ്രളയമൊന്നും മാറാത്ത നിന്നെപ്പോലെ ഇങ്ങനെ മുണ്ടും ഇത് അതൊരു അതിന്റെ പേരും പറഞ്ഞില്ല, സാരി കൊടുക്കാണ്ടതൊക്കെ നിക്കറിട്ടാ ഇങ്ങനെ തന്നെ ഇരിക്കും. മിസ്റ്റർ ഋഷ്യശൃംഗ, നിങ്ങൾ ചോദിക്കുന്ന പണം ഞാൻ ധാരാളം തരാം. നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ? എന്റെ പൊന്നുമോളെ, പണം കൊണ്ട് നേടാൻ പറ്റൂല പലതും. ഇതൊക്കെ ഇപ്പോഴത്തെ മനുഷ്യന്റെ അഹങ്കാരം കൊണ്ടാണ് ഇതൊക്കെ ഇവിടെയൊക്കെ നടക്കുന്നത്. മനസ്സിലായി? ഇതൊരു പ്രപഞ്ച സത്യമാണ്. അല്ലാതെ നീയൊക്കെ വിചാരിച്ചാൽ നിർത്താൻ പറ്റൂല. മനസ്സിലായി? വീടുകൾ ഓടുകളൊക്കെ വെട്ടിപ്പറക്കി വെച്ച് കണ്ടം വഴി വെള്ളങ്ങളൊക്കെ കെട്ടിക്കിടന്നാലല്ലേ ഈ ഇത് പ്രളയമൊന്നും നടക്കാതിരിക്കും. നീ പോവച്ച, നീ പോ. എന്റെ നീലമയോരം പൊയ്കയിൽ നീ മതി മതി മോളെ മതി. ഇനി ഇതിന്റെ അപ്പുറം താങ്ങാനുള്ള സാക്ഷിയില്ല. വെള്ളപ്പൊക്കമല്ല, എന്തൊരു ഇളവ് വേണമെങ്കിലും ഞാൻ തീർക്കും. പോയി എടുപ്പം പയ്യ. അയ്യോ അമ്മച്ചേ, ഓ അയ്യോ അമ്മ അമ്മ അമ്മച്ചേ.